ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഒരു വീഡിയോ എടുക്കുന്നത് മാർച്ചിലാണ്, പക്ഷെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതോ മെയ്യിലും. ഇതൊരു ചെറിയ പൊങ്കാല ഇടുന്നൊരു വ്ളോഗാണ്. എൻ്റെ അമ്മ വീടായ പന്തളത്ത് ഒരമ്പലത്തിൽ ഞാൻ പൊങ്കാലയിടാൻ പോയി. അപ്പം ആ ഒരു വ്ളോഗാണ് ഇത്. വലിയ കാലത്തെ കാവടിതുള്ളിയാണ് പൊങ്കാലയിടാൻ പോയെങ്കിലും പൊങ്കാലയുടെ ബാല്യപാഠങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് എൻ്റെ മാതാശ്രീ ആയിരുന്നു എന്നെ കൂടുതലും സഹായിച്ചത്. പൊങ്കാല ഇടാനുള്ള എല്ലാ സാധന സാമഗ്രികളും എൻ്റെ മാമിയും ചേട്ടനും കൂടെ ആയിരുന്നു എടുത്തുകൊണ്ട് വന്നത്. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ നമ്മുടെ പൊങ്കാല അടുപ്പിലോട്ട് അരിയും വെള്ളവും ഒക്കെ ഇട്ടു. സത്യം പറയാലോ, നല്ല കിടിലൻ കാറ്റായതുകൊണ്ട് തന്നെ ഉള്ള പുകയെല്ലാം കൂടെ മുഖത്തോട്ട് അടിച്ചു കയറുമായിരുന്നു. അങ്ങനെ സക്സസ്ഫുള്ളി എൻ്റെ അടുപ്പും തിളച്ചു തൂവി. നമ്മളുടെ ഈ പൊങ്കാല അടുപ്പ് തിളച്ചു തൂവുമ്പം ചുറ്റുമുള്ളവരെല്ലാം കുരവേടും. അതൊരു സാറ്റിസ്ഫാക്ഷൻ മൂമെൻ്റ് ആയിരിക്കും. ഞാനിട്ട പൊങ്കാലയുണ്ട്, അത് തിളച്ചും തൂവിയുണ്ട്. ഞാൻ ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്തു വെച്ചു. അങ്ങനെ പൊങ്കാല എല്ലാവരുടെയും സെറ്റായി കഴിഞ്ഞപ്പം നമ്മുടെ ദേവിയെ ജീവിതയിൽ എഴുന്നള്ളിച്ച് പൊങ്കാല അടുപ്പിൻ്റെ അടുത്തെല്ലാം കൊണ്ടുവന്നു. അങ്ങനെ വൈകിട്ടൊക്കെ ആയപ്പം ഉത്സവം കാണാൻ പോയി. നമ്മുടെ ഈ ഒരു തെക്കൻ സൈഡിലോട്ട് കൂടുതൽ ഉത്സവത്തിന് എഴുന്നള്ളിപ്പിക്കുന്ന ഒന്നാണ് കാളയും തേരും കുതിരയും. പിന്നെ കുറച്ച് ഫ്ലോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നേ. അത്ര വലിയ ഉത്സവമൊന്നും അല്ലെങ്കിലും നല്ലൊരു കുഞ്ഞു ഉത്സവമായിരുന്നു. ഞാൻ ആദ്യമായിട്ടായിരുന്നു ഈ ഒരു അമ്പലത്തിലെ ഉത്സവം കൂടുന്നതും പൊങ്കാല ഇടുന്നതും. ആദ്യമായിട്ടല്ല പൊങ്കാല ഇടുന്നെങ്കിലും അച്ഛൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലായിരുന്നു കൂടുതലും പൊങ്കാല ഇട്ടിട്ടുള്ളത്. അമ്മയുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ ആദ്യമായിട്ടായിരുന്നു പൊങ്കാല ഇടുന്നത്. ഒത്തിരി വലിയ കാളയും തേരും ഒന്നും അല്ലായിരുന്നു, കുഞ്ഞു കാളയും തേരും ഒക്കെ ആയിരുന്നു. കൂടാതെ കുഞ്ഞു കുഞ്ഞു പിള്ളേരുടെ കുഞ്ഞു കുഞ്ഞു ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉത്സവമൊക്കെ കണ്ടിട്ട് വന്നപ്പോഴാണ് ഞങ്ങളൊരു കാര്യം ആലോചിച്ചത്. അയ്യോ, സിനിമയ്ക്ക് പോകാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ നമ്മുടെ നൂറിനാട് സ്വാതി തിയേറ്ററിൽ പോയി നമ്മുടെ ആട് 3 കണ്ടു. അങ്ങനെ തിരിച്ച് വീട്ടിലും വന്നു.